Yes. Good morning, my dears. Good morning. Yes. So, okay, did you had your breakfast? Everyone? Yes. Okay. So, we will move on to the next portion of our story. What was our story's name? What was our story's name? Yes, Haldi's Adventure. അല്ലേ? Haldi's Adventure. ഹൽദിയുടെ അഡ്വെഞ്ചർ എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി. ആർ യു ഇൻട്രസ്റ്റഡ്? ആർ യു റെഡി? ഓക്കെ, വാട്ട് വർ ഹാപ്പനിങ് സോ ഫാർ? ഇതുവരെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഓക്കെ, ഐ വിൽ ടെൽ യു. സോ one morning, Haldi was going to school, and on the way she saw a giraffe. The giraffe was wearing big glasses, and he held a book in his hand. He smiled and said to Haldi, "Good morning, Haldi." So Haldi was very surprised, and the giraffe said, "My name is Smiley. Whenever you see me, you will smile." ഇത്രയുമാണല്ലേ നമ്മൾ പറഞ്ഞത്. ഹൽദി ഇങ്ങനെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ജിറാഫിനെ കണ്ടു. അപ്പോൾ ജിറാഫ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വലിയ ഗ്ലാസസ്, വലിയ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കയ്യിലൊരു ബുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഹൽദിയോട് ഗുഡ് മോർണിംഗ് ഹൽദി എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഹൽദി ഇങ്ങനെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്തു? ഈ ജിറാഫിനെ നോക്കിയപ്പോൾ എന്നിട്ട് ഹൽദി പറയുന്നുണ്ട്, ഐ ആം സോറി ടു സ്റ്റെയർ. അല്ലേ, ഞാൻ തുറച്ച് നോക്കുന്നതിന് സോറി, ബട്ട് ഐ ഹാവ് നെവർ സീൻ എ ജിറാഫ് ലൈക്ക്. ഞാൻ ഇതുവരെ നിന്നെ പോലത്തെ ഒരു ജിറാഫിനെ കണ്ടിട്ടില്ല, അതാണ് ഞാനിങ്ങനെ തുറച്ച് നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ജിറാഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്താണ്? മൈ നെയിം ഇസ് സ്മൈലി. എൻ്റെ പേരെന്താണ്? സ്മൈലി എന്നാണ്. ആൻഡ് വെനെവർ യു സീ മീ യു വിൽ സ്മൈൽ. എന്നെ എപ്പോൾ കണ്ടാലും എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചിരി വരും, അല്ലെങ്കിൽ നിങ്ങൾ ചിരിക്കുമെന്ന് ജിറാഫ് പറഞ്ഞു. ഹൽദി വാസ് ഓക്കെ. വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് passages. Haldi was surprised and happy too. Then she remembered that she would be late for school. So she said to the giraffe, I would love to talk to you, but I must rush to school or I will be late. Okay, listen. Haldi was surprised and happy too. Then she remembered that she would be late for school. So she said to the giraffe, I would love to talk to you, but I must rush to school or I will be late. അപ്പോൾ ജിറാഫിനെ കണ്ടപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഹൽദി ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഹൽദി വാസ് സർപ്രൈസ്ഡ് ആൻഡ് ഹാപ്പി ടു. ഓക്കെ, അപ്പോൾ ഹൽദിക്ക് ഭയങ്കര സർപ്രൈസ് ആയി. അതേപോലെ തന്നെ ഷി വാസ് വെരി ഹാപ്പി, ഭയങ്കര സന്തോഷവുമായി. ദെൻ ഷീ റിമെമ്പേർഡ് ദാറ്റ് ഷീ വുഡ് ബി ലേറ്റ് ഫോർ സ്കൂൾ. അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഓർക്കുക. എന്താ കാര്യം ഓർത്തത്? ഷീ വുഡ് ബി ലേറ്റ് ഫോർ സ്കൂൾ. സ്കൂളിലോട്ട് പോകുന്ന വഴിയാണല്ലേ ജിറാഫിനെ കണ്ടത്. അപ്പോൾ ഇനി ജിറാഫിനോട് സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഷീ വുഡ് ബി ലേറ്റ് ഫോർ സ്കൂൾ. അവൾ സ്കൂളിൽ ചെല്ലാൻ ലേറ്റ് ആവും. സോ ഷീ സെഡ് ടു ദ ജിറാഫ്. അതുകൊണ്ട് അവൾ ജിറാഫിനോട് പറഞ്ഞു, ഐ വുഡ് ലവ് ടു ടോക്ക് ടു യു. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നിന്നോട് സംസാരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ബട്ട് ഐ മസ്റ്റ് റഷ് ടു സ്കൂൾ ഓർ ഐ വിൽ ബി ലേറ്റ്. അത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് സ്കൂളിലോട്ട് പെട്ടെന്ന് പോകണം, ഇല്ലെങ്കിൽ ഞാൻ എന്താവും? ലേറ്റ് ആവും. ഞാൻ സ്കൂളിൽ ലേറ്റ് ആവും. അല്ലേ, സ്കൂളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ലേറ്റ് ആവാൻ പാടില്ല, അല്ലേ? കറക്റ്റ് ടൈമിൽ നമ്മൾ വരണം. അപ്പോൾ പറഞ്ഞു, ഐ വുഡ് ലവ് ടു ടോക്ക് ടു യു. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്, പക്ഷേ ഐ മസ്റ്റ് റഷ് ടു സ്കൂൾ. എനിക്കിപ്പോൾ ധൃതി പിടിച്ച് സ്കൂളിൽ പോയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്താവും? ഐ വിൽ ബി ലേറ്റ്. ഞാൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞു. ദ ജിറാഫ് സെഡ്, നോട്ട് ഇഫ് യു റൈഡ് ഓൺ മൈ ബാക്ക്. ഇഫ് യു ക്ലൈംബ് ഓൺ മൈ നെക്ക് ഐ വിൽ റൺ സോ ഫാസ്റ്റ് that you will feel you are flying to school. Do you go to school every day? Okay, the giraffe said, not if you ride on my back. If you climb on my back, I will run so fast that you will feel you are flying to school. Do you go to school every day? Okay, അപ്പോൾ ഹൽദി ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോൾ ജിറാഫ് എന്താ പറയുന്നതെന്നറിയോ? നോട്ട് ഇഫ് യു റൈഡ് ഓൺ മൈ ബാക്ക്. നീ എൻ്റെ പുറത്ത് കയറി ഇരുന്ന് റൈഡ് ചെയ്താൽ എന്താവില്ല? യു വിൽ നെവർ ബി ലേറ്റ്. നീ ലേറ്റ് ആവത്തില്ല. നീ നടന്നു പോയാലല്ലേ ലേറ്റ് ആവുന്നേ. നീ എൻ്റെ പുറത്ത് കയറിയിരുന്നോ? ഇഫ് യു ക്ലൈംബ് ഓൺ മൈ ബാക്ക്, നീ എൻ്റെ പുറത്ത് കയറി, നീ പുറത്തേക്ക് വലിഞ്ഞ് കയറിയിട്ട് ഐ വിൽ റൺ സോ ഫാസ്റ്റ് ദാറ്റ് യു വിൽ ഫീൽ യു ആർ ഫ്ലൈയിങ് ടു സ്കൂൾ. ഞാൻ എന്ത് ചെയ്യും? നീ എൻ്റെ പുറത്ത് കയറിയാൽ മതി, ഞാൻ എന്ത് ചെയ്തോളാം? ഐ വിൽ റൺ സോ ഫാസ്റ്റ്. ഞാൻ സ്പീഡിൽ ഓടുമ്പോൾ നിനക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? നിനക്ക് സ്കൂളിലോട്ട് പറന്നു പോകുന്ന ഒരു ഫ്ലൈയിങ്, അല്ലെ, പറന്നു പോകുന്ന പോലത്തെ ഫീൽ ആയിരിക്കും നിനക്ക് ഉണ്ടാവുക. ഡു യു ഗോ ടു സ്കൂൾ എവറി ഡേ? നീ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടോ? ഓക്കെ മക്കളെ, അപ്പം എന്താണ്
ഹൽദി ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോൾ ജിറാഫ് എന്താ പറയുന്നത്, നീ എൻ്റെ പുറത്ത് കയറിയിരുന്നോ, അപ്പോൾ ഞാൻ സ്പീഡിൽ ഓടി നിന്നെ സ്കൂളിൽ കൊണ്ടാക്കാം, അപ്പോൾ നിനക്ക് എന്ത് ചെയ്യും, പറക്കുന്ന പോലെ ആയിരിക്കും തോന്നുന്നത്. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്താണ്, ഡു യു ഗോ ടു സ്കൂൾ എവറി ഡേ, നീ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടോ? യെസ് said Haldi, I go to school on Mondays, Tuesdays, Wednesdays, Thursdays and Fridays. On Saturdays I play games at school. ഓക്കെ, അപ്പോൾ ഹൽദി പറയുകയാണ് യെസ് ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. ഐ ഗോ ടു സ്കൂൾ ഓൺ, ഏതൊക്കെ ദിവസമാണ് സ്കൂളിൽ പോകുന്നതെന്നാണ് പറയുന്നത്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ. 5 ദിവസം, 5 ഡേയ്സ് എന്ത് ചെയ്യും, വീക്കിൽ 5 ഡേയ്സ് ഞാൻ എവിടെ പോകും, സ്കൂളിൽ പോകും. ഏതൊക്കെയാണ് മക്കളെ ഡേയ്സ്, ഏതൊക്കെയാണ്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഈ 5 ദിവസം എന്ത് ചെയ്യും, നമുക്കും സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകും. ഓൺ സാറ്റർഡേസ് ഐ പ്ലേ ഗെയിംസ് അറ്റ് സ്കൂൾ. ഞാൻ എന്ത് ചെയ്യും, പിന്നെ ശനിയാഴ്ച ഉണ്ടല്ലേ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ഇത്രയും ദിവസം ഞാൻ എന്ത് ചെയ്യും, സ്കൂളിൽ പോയി പഠിക്കും. പിന്നെ ശനിയാഴ്ച ഞാൻ എവിടെ പോകും, സാറ്റർഡേയിൽ ഞാൻ എന്ത് ചെയ്യും, സ്കൂളിൽ കളിക്കാൻ, ഗെയിംസ് കളിക്കാനാണ് പോകുന്നത്. കളിക്കാൻ വേണ്ടിയിട്ട് പോകും എന്ന് പറഞ്ഞു. വാട്ട് ഡു യു ഡു ഇൻ സ്കൂൾ ആസ് ദ ജിറാഫ്. അപ്പോൾ ജിറാഫ് ചോദിച്ചു, നിങ്ങൾ സ്കൂളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ജിറാഫ് സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ജിറാഫ് ചോദിക്കുവാണ്, വാട്ട് ഡു യു ഡു ഇൻ സ്കൂൾ, നിങ്ങൾ സ്കൂളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഐ ലേൺ അബൌട്ട് ദ സ്റ്റാർസ്, ദ ട്രീസ്, ദ ബേർഡ്സ് ആൻഡ് ദ ആനിമൽസ്. അപ്പോൾ ഹൽദി എന്ത് പറഞ്ഞു, ഐ ലേൺ അബൌട്ട്, ഞാൻ ആരെക്കുറിച്ചൊക്കെ പഠിക്കും, ദ സ്റ്റാർസ്, സ്റ്റാർസിനെ കുറിച്ച് പഠിക്കും, നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കും, ദ ട്രീസ്, മരങ്ങളെ കുറിച്ച് പഠിക്കും, ദ ബേർഡ്സ്, പക്ഷികളെ കുറിച്ച് പഠിക്കും, ആൻഡ് ദ ആനിമൽസ്, മൃഗങ്ങളെ കുറിച്ചും പഠിക്കും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, എന്നെ സ്കൂളിൽ പഠിപ്പിക്കാറുണ്ട്. ഐ ലേൺ അബൌട്ട് ദ സ്റ്റാർസ്, ദ ട്രീസ്, ദ ബേർഡ്സ് ആൻഡ് ദ ആനിമൽസ്. ദാറ്റ് ഈസ് ഗുഡ് സെഡ് ദ ജിറാഫ്. ഐ ലവ് ബുക്സ് ടു. They are lots of fun. Now jump on my back. I will take you to school. അപ്പോൾ ജിറാഫ് പറഞ്ഞു, that is good, അത് കൊള്ളാമല്ലോ. said the giraffe. I love books too. എനിക്ക് എന്താണ് ജിറാഫ് പറയുന്നത്, എനിക്ക് ബുക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. ജിറാഫിൻ്റെ നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ജിറാഫിൻ്റെ കയ്യിൽ എന്തുണ്ട്, ബുക്ക് അല്ലേ, ഒരു ബുക്ക് ഉണ്ട്. അപ്പോൾ ജിറാഫ് പറയും, എനിക്ക് ബുക്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. They are lots of fun. അത് വായിക്കുമ്പോൾ നല്ല രസമാണ്, നല്ല ഫണ്ണാണ്. Now jump on my back. അതിനൊരു കാര്യം ചെയ്യും, നീ എൻ്റെ പുറത്തോട്ട് ചാടി കയറിക്കോ. ജമ്പ് ഓൺ മൈ ബാക്ക്, എൻ്റെ പുറത്തോട്ട് ചാടി കയറിക്കോ. ഐ വിൽ ടേക്ക് യു ടു സ്കൂൾ, ഞാൻ നിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാം, ഞാൻ നിന്നെ സ്കൂളിൽ എത്തിക്കാം. Haldi then jumped on the giraffe's back and found that she could see so many things from the top. And before she knew it, she had reached the school playground. She climbed down. When she turned back to thank Giraffe, she found that he had gone away. Okay. Haldi then jumped on the giraffe's back and found that she could see so many things from the top. അപ്പോൾ ഹൽദി എന്ത് ചെയ്തു, അത് പറഞ്ഞ പാടെ ജിറാഫിൻ്റെ പുറത്തേക്ക് ചാടി കയറി ആൻഡ് ഫൗണ്ട് ദാറ്റ് ഷീ കുഡ് സീ സോ മെനി തിങ്സ് ഫ്രം ദ ടോപ്പ്. അപ്പോൾ ജിറാഫിൻ്റെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ജിറാഫിൻ്റെ കഴുത്തിന് നല്ല പൊക്കമാണല്ലേ. അപ്പോൾ ജിറാഫിൻ്റെ കഴുത്തിൻ്റെ ഏറ്റവും മേളിൽ കയറി ഇരുന്നപ്പോൾ ഹൽദിക്ക് എന്ത് ചെയ്യാൻ പറ്റി, ടോപ്പിൽ മേളിൽ ഇരുന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി, ഷീ കുഡ് സീ, ഒത്തിരി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ആൻഡ് ബിഫോർ ഷീ ന്യൂ ഇറ്റ് ഷീ ഹാഡ് റീച്ച് ദ സ്കൂൾ പ്ലേ ഗ്രൗണ്ട്. അങ്ങനെ അവളെല്ലാം ഇതെന്താണ് ഓരോ സാധനങ്ങൾ കണ്ടു. അപ്പോൾ അതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കി കഴിയുന്നതിന് മുന്നേ എന്ത് ചെയ്തു, എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ അവൾ എവിടെ എത്തി, ഷീ റീച്ച്ഡ് ദ സ്കൂൾ പ്ലേ ഗ്രൗണ്ട്, സ്കൂളിലെ പ്ലേ ഗ്രൗണ്ടിൻ്റെ അവിടെ എത്തി. അത്രയും ഫാസ്റ്റായിട്ടാണ് ജിറാഫ് എന്ത് ചെയ്തത്, ഓടിയത്. ഷീ ക്ലൈംബ് ഡൗൺ. വെൻ ഷീ ടേൺ ബാക്ക് ടു താങ്ക് ദ ജിറാഫ് ഷീ ഫൗണ്ട് ദാറ്റ് ഹി ഹാഡ് ഗോൺ അവേ. അങ്ങനെ അവൾ എന്ത് ചെയ്തു, ക്ലൈംബ്ഡ് ഡൗൺ, നേരത്തെ ചാടി കയറിയ പോലെ തന്നെ താഴെ ഇറങ്ങി. വെൻ ഷീ ടേൺ ബാക്ക് ടു താങ്ക് ദ ജിറാഫ്, ജിറാഫിന് നന്ദി പറയണമല്ലേ, ഇവിടം വരെ കൊണ്ടാക്കിയതല്ലേ. അപ്പോൾ ജിറാഫിന് നന്ദി പറയാൻ വേണ്ടി അവളെ ടേൺ ചെയ്തു. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഷീ ഫൗണ്ട് ദാറ്റ് ഹി ഹാഡ് ഗോൺ അവേ. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി, അവൻ എന്ത് ചെയ്തു, ഓടിപ്പോയി, അവൻ ഇവിടെ ഒന്നുമില്ല, അവൻ നല്ല ദൂരെ എത്തിയെന്ന് അവൾക്ക് മനസ്സിലായി. ഹൽദി തോട്ട് വാട്ട് എ വണ്ടർഫുൾ അഡ്വെഞ്ചർ ഐ ഹാവ് ഹാഡ്. അപ്പോൾ ഹൽദി എന്ത് വിചാരിച്ചു, വാട്ട് എ വണ്ടർഫുൾ അഡ്വെഞ്ചർ, ഞാൻ എന്തൊരു വലിയ അഡ്വെഞ്ചറാണ് ഇപ്പോൾ ചെയ്തത് അല്ലേ. ഒരു ജിറാഫിൻ്റെ പെഡലിൻ്റെ കഴുത്തിൻ്റെ പുറത്ത് ബാക്കിൽ കയറി ഇരുന്ന് ഇങ്ങനെ പാഞ്ഞ് എവിടം വരെ എത്തി, സ്കൂൾ വരെ എത്തി. അതെന്താണ്, ഒരു അഡ്വെഞ്ചർ അല്ലേ, നമ്മളെപ്പോലത്തെ സാധാരണക്കാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഹൽദി പറഞ്ഞു, എന്തൊരു അടിപൊളി അഡ്വെഞ്ചറാണ് ഞാനിപ്പോൾ ചെയ്തതല്ലേ എന്ന് ഹൽദി ആലോചിച്ചു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റോറി, ഹൽദീസ് അഡ്വെഞ്ചർ.
നല്ല സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ന്യൂ വേർഡ്സ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ന്യൂ വേർഡ്സ്: ജിറാഫ്, സർപ്രൈസ്ഡ്, അഡ്വെഞ്ചർ, വണ്ടർഫുൾ, പ്ലേ ഗ്രൗണ്ട്. ഇത് 1 2 3 4 5 വേർഡ്സ് ഉണ്ട്, ന്യൂ വേർഡ്സ്. 5 ന്യൂ വേർഡ്സും എന്ത് ചെയ്യണം? എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം. ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് എഴുതണം. മിസ് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം, എല്ലാവരും നല്ല രീതിയിൽ എഴുതുന്നുണ്ട്. സോ യു ഹാവ് ടു റൈറ്റ് neatly. Okay, so we will see in the next class. Thank you.